കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ അനധികൃത നിയമനത്തിന് നീക്കം നടക്കുന്നു. സർവകലാശാലയിൽ ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കണ്ണൂരിലെ മനീഷ മാധവന് പുനർനിയമനം നൽകാൻ നീക്കം നടക്കുന്നുവെന്ന് ഇപ്പോൾ ആരോപണം ഉയരുകയാണ്. എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേർന്നാണ് ലീഗൽ അസിസ്റ്റന്റ് തസ്തിക ഉണ്ടാക്കിയത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഈ കേസിന്റെ പിന്നാമ്പുറം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ പെരിയ കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ട UGCയുടെ അനുമതിയില്ല. അതായത് ലീഗൽ അസിസ്റ്റന്റ് തസ്തികയ്ക്ക് UGCയുടെ അനുമതിയില്ല. പക്ഷേ അങ്ങനെ ഒരു തസ്തിക ഇവിടെ ആവശ്യമാണ്. അങ്ങനെ ഒരു ലീഗൽ അസിസ്റ്റന്റിനെ ഈ സർവകലാശാലയിൽ കേന്ദ്ര സർവകലാശാലയിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേർന്ന് ഇങ്ങനെ ഒരു ലീഗൽ അസിസ്റ്റന്റ് തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത്. ആ ഘട്ടത്തിൽ ഇവർക്ക് ശമ്പളമായി നൽകിയിരുന്നത് 29,000 രൂപയായിരുന്നു. പിന്നീടാണ് ഈ കണ്ണൂർ സ്വദേശി മനീഷ മാധവനെ നിയമിച്ചതിന് ശേഷം മനീഷ മാധവൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് 40,000 രൂപ ശമ്പളമാക്കി എക്സിക്യൂട്ടീവ് കൗൺസിൽ അവരുടെ ശമ്പളം ഉയർത്തുന്നത്. ഔട്ട്സോഴ്സ് ഏജൻസി വഴിയാണ് ഇവരുടെ ഒരു നിയമനം നടത്തിയത്. പിന്നീട് അതിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ തന്നെ നേരിട്ട് ശമ്പള വർധനവ് ഏർപ്പെടുത്തുകയായിരുന്നു. ഇവരുടെ അപേക്ഷ പ്രകാരമാണ് ഈ ശമ്പള വർധനവ് ഏർപ്പെടുത്തിയതെന്നാണ് ഉയരുന്ന ആരോപണം. UGC നിർദ്ദേശമില്ലാതെ എങ്ങനെയാണ് ഈ സർവകലാശാലയിൽ ലീഗൽ അസിസ്റ്റന്റ് തസ്തിക സൃഷ്ടിച്ച് ഇത്ര ഉയർന്ന തോതിൽ ശമ്പളം നൽകുക എന്നാണ് പ്രധാനമായി ഉയരുന്നൊരു ആരോപണം. ഈ പരാതിക്കാരൊക്കെ ഉയർത്തുന്ന ഒരു ആരോപണം അങ്ങനെയാണ്. മനീഷ മാധവൻ്റെ കരാർ കാലാവധി 2025 ഫെബ്രുവരി 28 അവസാനിച്ചു. പക്ഷേ വീണ്ടും അവർക്ക് പുനർനിയമനം നൽകാനുള്ള ഒരു നീക്കം നടക്കുന്നു. എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ അനുമതി ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള ഒരു പുനർനിയമനം നൽകാനുള്ള ഒരു നീക്കം നടക്കുന്നത്. ഇനി മാർച്ച് 7 എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേരാനിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ മനീഷ മാധവന് പുനർനിയമനം നൽകാനുള്ള ഫയൽ അത് VCക്ക് മുൻപിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരം. കരാർ കാലാവധി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്? അങ്ങനെ പുതിയൊരു നിയമനം നടക്കണമെങ്കിൽ പുതിയൊരു അപ്പോയിൻമെൻറ്റ്, പുതിയൊരു ഓർഡർ, സർക്കുലർ ക്ഷണിക്കണം ഈ സർവകലാശാല. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഒന്നും നടന്നിട്ടില്ല. മനീഷ മാധവനെ തന്നെ വീണ്ടും നിയമിക്കണമെന്നൊരു ആവശ്യം സർവകലാശാലയ്ക്കുള്ളിൽ ചിലർ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമനം നടക്കുന്നതെന്നും പറയുന്നുണ്ട്. ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഈ ഔട്ട്സോഴ്സ് ഏജൻസികളെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമനം നടക്കുന്നതെന്നൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇതിനെ ചൊല്ലിയുള്ളൊരു തർക്കം ഇപ്പോൾ തന്നെ സർവകലാശാലയ്ക്കുള്ളിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നിയമന നീക്കം നടക്കുന്നത്.